ഇങ്ങനെ കാണുമ്പോ വിഷയൂലേ? ഹലോ രാജാവേ, ഹലോ. സുഖമല്ലേ? അത് മതി, അഡ്ജസ്റ്റ് ചെയ്ത് പോ. മന്ത്രി സത്തമ്മ. ഞാനാണ് മന്ത്രി സത്തമ്മ. മന്ത്രി തത്തമ്മ. എന്തിനാണ് അവനെ തല്ലിയത്? എന്റെ ഇരട്ടപ്പേര് വിളിച്ച കൊല്ലും ഞാൻ അവനെ. എന്താ നിന്റെ ഇരട്ടപ്പേര്? എന്റെ ഇരട്ടപ്പേര് തത്തമ്മ രാജു എന്നാണ് ഇവിടെ എല്ലാവർക്കും അറിയാൻ പാടില്ല. ഇവരുടെ ഇരട്ടപ്പേര് തോലൻ ഞാൻ വിളിച്ച. അയ്യ, നിങ്ങൾ അലമ്പുണ്ടാക്കല്ലേ? മന്ത്രി സത്തമ്മ. മന്ത്രി രാജു. അത് മതി. നിനക്കറിയുമോ? നിക്കറിയുമോ? ഇല്ല, അഴിയില്ല. എന്ത് നിക്കറിയില്ലെന്ന്? അതല്ല, നിനക്കറിയാമോന്ന്. എനിക്ക് അറിയില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ. അപ്പൊ താഴെ പറഞ്ഞ് ഇവിടെ വന്നാൽ മതി, പറഞ്ഞുതരാം. ആൾക്കാരെ അറിയിക്കല്ലേ? ഒരു പണിയും. മന്ത്രി സത്തമ്മ. മന്ത്രി രാജു. അന്തപുരത്തിൽ നിന്ന് നമ്മുടെ ഉടയാടകൾ. അന്തപുരത്തിൽ നിന്ന് നമ്മുടെ ഉടയാത്ത എടുത്തോണ്ട് വരൂ. ഉടയാത്തതല്ല, ഉടയാടകൾ. അതായത് നിന്റെ കുപ്പായ. അന്തപുരത്തിൽ നിന്ന് കുപ്പ എടുത്തോണ്ട് വാടക. എത്ര നേരം കണ്ണടച്ച് കാണിക്കണം. എന്താണ്? എടുത്തിട്ടില്ലേ? നിന്റെ തലനാൻ പറ്റും. നീ ഞൊട്ടും. നിങ്ങൾ വണ്ടി കയറി പറഞ്ഞ നിന്റെ പാന്റ് ട്രൗസർ ഒക്കെ എടുത്ത് കയറ്റാൻ. ഇവിടെ പോയി ഞൊട്ടുന്നാ. മന്ത്രി പോയിക്കോ. മന്ത്രി എന്റെ കഴിഞ്ഞാ സുരേഷ പുറത്ത് കാണാം. അതിന്റെ പൊട്ടിക്കല ഞാൻ വന്നിട്ട് വിട്ടോ. പഠിച്ചാ മഹാരാജൻ അങ്ങനെ മുളയുന്നില്ല. ശരിയായിട്ടില്ല. ഇല്ല, ശരിയായിട്ടില്ല. ഇതിൽ മൃദംഗത്തിലാണ് മുളകത്തിലാണ് ഞങ്ങളാ. നീ വാ തുറന്നാ കംപ്ലീറ്റ് തെറ്റാ. നീ അപ്പുറം പോയി പഠിക്ക് ചെല്ല്. എന്ത് കഷ്ടമാണ് ദൈവമേ. സുരക്ഷിത ആരവന് ഡ്രൈവർ. എന്താണ്? ബാലയാണ് പൊക്കിയാടെ ഇറക്കാം. ആൾക്കാര് കാണണം. സുരേഷ ഇങ്ങോട്ടൊന്ന്. നീ നമ്മളാ പാലത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ ചീട്ടെടുത്ത് അത് കണ്ടാണ്. ടോളിന്റെ ചീട്ട്. ബാല നടക്കണം. എന്ത് ബാല? കഴിഞ്ഞ പ്രാവശ്യം ടോളിന്റെ ചീട്ട് കൊണ്ട് കളഞ്ഞിട്ട് ഞാൻ എടുത്തിട്ട് കായ് കൊടുത്ത് പോയത്. ബാല നടക്കണം. ഈ പ്രാവശ്യം നടക്കില്ല. എന്ത് കഷ്ടമാണ്. പോ അങ്ങോട്ട്. ബാല നടക്കണം. പൊക്കോ. ബാലയാണ്. വേണ്ടോ? ആരവിടെ? എന്ത് കഷ്ടമാണ്. നിങ്ങളെല്ലാം വിളിക്കണത്. പൊയ്ക്കോ. നിങ്ങളൊന്നുമല്ല. അവൻ ഡയലോഗ് പറഞ്ഞ. സുരേഷ്, ഇനി ആരവിടെ വേണ്ടട്ടാ. മഹാരാജൻ അങ്ങനെ മുളങ്ങാവുന്നു. ശരിയായിട്ടില്ല. പോയി പഠിക്കുന്നേ. ഏതാണ് ശരിയാവുന്ന? പോയി പഠിക്ക്. ഇതാരണത്? നമ്മുടെ ബാലയിൽ ഹനുമാനില്ല. ബാലയിൽ. ഹനുമാനല്ലേ? ലൈറ്റ് കെട്ടുന്ന ശശിയാ. ലൈറ്റ് കെട്ടാൻ കയറിയപ്പോ കടന്നൽ കുത്തിയതാ. ശശി പോ. പഠിച്ചാ മഹാരാജൻ അങ്ങനെ പോയി പഠിക്കണ. എന്ത് കഷ്ടമാണ്. നീ എഴുതിന്നെ. മന്ത്രി ഒന്നുകൂടി വാ. മന്ത്രി എവിടെ? എങ്ങോട്ട് പോയി മന്ത്രി? ഇതിലേക്ക് വണ്ടി. മഹാരാജൻ ഒന്നും അറിയില്ലേ? മഹാരാജൻ മറിയില്ലേ? എന്തേ കാണിക്കരുത്? ഒരു പ്രാവശ്യം മറിഞ്ഞു. ഇനി വേണമെങ്കിൽ ഇങ്ങോട്ട് പറയാം. മറിയലല്ലോ, ഒന്നും അറിയില്ലെന്ന്. എനിക്കൊന്നും അറിയില്ല. ശത്രുസൈന്യം നമ്മുടെ കൊട്ടാരം വളഞ്ഞിരിക്കുന്നു. എന്താണ്? കൊട്ടാരം വളഞ്ഞിരിക്കുന്നു. വാ, നിവർത്തിയിട്ട് വരാം. അയ്യോ, അതല്ല. ശത്രുസൈന്യം നമ്മുടെ കൊട്ടാരം വളഞ്ഞിരിക്കുന്നു. കരക്കാര് നമ്മുടെ കൊട്ടാരം വളഞ്ഞിരിക്കുന്നു. ഞാൻ പുള്ളി റോട്ടിലുണ്ടാവൂട്ടാ. അയ്യോ, ഇട്ടിട്ട് പോലെ. എന്ത് കഷ്ടമാണ്. ഈ സമയം അയൽപക്കത്തെ രാജാവ് കോപിഷ്ഠനായി കടന്നു വരുന്നു. അയൽവക്കത്തെ രാജാവ് കോഴിക്കാഷ്ടമായിട്ടോ? കോഴിക്കാഷ്ടമല്ല, കോപിഷ്ഠനായിട്ട്. അയ്യടാ, കോപിഷ്ഠനായിട്ട് വരാൻ പറഞ്ഞിട്ട് ഇത് കണ്ടാടാ അവൻ ചിരിച്ച് മെനകേടായിട്ട്. കോപം വരട്ടെന്ന്. ഗോപനൊക്കെ വന്നിട്ട് ഇനി എപ്പോഴാണ് തുടങ്ങുന്നത്? അതല്ല, നിന്റെ മുഖത്ത് ദേഷ്യം വരട്ടെ. എനിക്കത് വരൂല്ല. അയ്യോ, ഇന്നത്തെ ശമ്പളം ഞാൻ തരൂല്ലോ. എന്റെ സ്വഭാവം മാറിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ ദേഷ്യം വന്നാ മതി. അത്ര മതിയാ? ഇങ്ങോട്ട് വാ. മഹാരാജാവ് വിളി കേൾക്കുന്നു. അയ്യോ, കണ്ട മീൻകാരെയൊക്കെ ഉള്ള ഞാൻ രാജാവാക്കിയത്. അങ്ങനെയല്ല. അവന്റെ പേര് പറ. ത്രിവിക്രമ. നടക്കില്ല, ഞാനില്ല. നീ തെറിഞ്ഞിട്ട് പോലെ എനിക്ക് കാശ് മേടിക്കണ്ടായിരുന്നു. നീ പറയുന്നേ. ത്രിവിക്രമ. വായി കൊള്ളൂലടാ ഈ പേര്. പറയുന്നു, എന്തെങ്കിലും ഒന്ന് പറയേ. എന്റെ പേരല്ലേ? ശശി. എടാവേ. എന്താടാവേ? എന്തൊക്കെയുണ്ട്? മതി. മഹാരാജാവ് വാളെടുക്കുന്നു. വാളെടുക്കാൻ പറ. ആ വാളല്ല, ഉറയിൽ നിന്ന് വാൾ വലിച്ചു. ഉറിന്നൊക്കെ എങ്ങനെയാണോ വാള് വലിച്ചു വിടണം? അയ്യോ വാളെടുത്തിട്ടില്ല. വാളെടുത്തില്ലേ? വാള് വെച്ചേക്കണതാരാ? ആരാ വാള് വെച്ചാക്കണ? വാള് വെച്ചത് ഞാനാ. അല്പം മോരെ ഒന്ന് തെളിയാൽ. അതല്ല, ഒറിജിനൽ വാള് വെച്ചേക്കണത് ആരാണ്? സുരേഷേ, ആളെ മനസ്സിലാക്കാതിരിക്കാനല്ലേ? വാള് കിട്ടിയ തളാൻ പുളാൻ വെട്ടുന്നു. തന്നെയാണോ? എന്നെയല്ല, അവനെ വെട്ട്. നല്ല കളി. വെട്ടിക്കഴിഞ്ഞാ മരിച്ചു വീഴുന്നു. അയ്യോ, നീ വെട്ടിട്ട് നീ തന്നെ മരിച്ചു വീണ. നീ ഉണ്ടെങ്കിൽ നീ മരിച്ചു വീണ. പൊട്ടിച്ചിരിക്കുന്നു. ചത്തു കിടക്കണം. നീ എങ്ങനെയാണ് ചിരിക്കണത്? നീ എവിടെ കിടക്കണ? ഈ സമയം ശത്രുസൈന്യം അന്തപുരത്തിലേക്ക് ഇരച്ചു കയറുന്നു. അവർ മഹാരാജാവിനെ വളയുന്നു. എന്താ നിങ്ങളൊക്കെ എതിരാജ്യത്തെ ഭടന്മാരെ? രാജ്യത്തൊക്കെ ഭടന്മാരല്ല, പിന്നെ ഞങ്ങൾ ഈ പ്രോഗ്രാം ബുക്ക് ചെയ്ത കമ്മിറ്റിക്കാരാ. എന്താ ചേട്ടാ പ്രശ്നം? ഞങ്ങൾക്ക് ഈ ബാല വേണ്ട. പിന്നെ എന്താണ്
ഞങ്ങൾക്ക് ചവിട്ട് നാടകം മതി. അയ്യോ, ചവിട്ട് കാണാൻ ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ ഞങ്ങൾക്ക് അറിയാം ചവിട്ട് നാടകം. അതല്ലേ? ചവിട്ടി പൊളിയാ. മഹാരാജൻ അങ്ങനെ ഞങ്ങ മുളകിലാവട്ടെ. ഇപ്പൊ ശരിയായ അതുപോലെ മറ്റൊരു കലാകാരനുണ്ട്. മിമിക്രി കലാകാരന്മാരെ ഒരുപാട് വേദിയിൽ പരിചയപ്പെടുത്തുന്ന നിർമ്മാതാവും ഒരു ചലച്ചിത്രത്തിന്റെ സംവിധായകനും ഒക്കെയായ ശ്രീ മമ്മി. മമ്മി എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഒരു സ്ത്രീയുടെ രൂപമാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക. അമ്മ അല്ലെ, മമ്മി എന്നൊക്കെ കേൾക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുമ്പോ ഈജിപ്ഷ്യൻ മമ്മിയെ പോലെ ഉണ്ട്. മമ്മിയെ നമ്മൾ ആദ്യം പരിചയപ്പെടുന്ന പെരുമ്പാവൂർ വെച്ചാണ് അല്ലെ. അന്നും ഇന്നും മാറാത്ത ഒന്നുണ്ട്, ഈ ചിരി. അതായത് മമ്മി വന്ന് പറയും പരിപാടി പൊളിഞ്ഞു കിട്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക പരിപാടി നന്നായി എന്നാ പറയാന്നാണ്. അപ്പോഴും ചിരിക്കും. പരിപാടി നന്നായാലും ഈ ചിരി ഉണ്ടാവും മമ്മിയുടെ മുഖത്ത്, പരിപാടി പൊളിഞ്ഞാലും ഈ ചിരി ഉണ്ട്. ഈ ചിരിയാണോ മമ്മിയുടെ സക്സസിന്റെ രഹസ്യം? ഞാൻ എപ്പോഴും ചിരിച്ചുകൊണ്ടേയിരിക്കുള്ളൂ, കരയാറില്ല. ഈ മിമിക്രിക്കാരൊക്കെ കൂടെ കൂടിയിട്ടാണോ ഈ ചിരി? ഈ കോമഡി കലാകാരന്മാരുമായിട്ട് പോയിട്ട് ഒരുപാട് വിദേശത്തും നാട്ടിലും ഒക്കെ ഒരുപാട് പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഏറ്റവും രസകരമായ അനുഭവം അല്ലെങ്കിൽ ഏറ്റവും മോശപ്പെട്ട അനുഭവം, അങ്ങനെ എന്തെങ്കിലും 2 അനുഭവങ്ങൾ ഓർമ്മയിലുണ്ടോ? രസകരമായ അനുഭവങ്ങളാണ് കൂടുതലും. മോശപ്പെട്ട അനുഭവം എനിക്ക് കുറവാണ്. അത് ആർട്ടിസ്റ്റുകൾക്ക്. സ്വർഗായികേ ഇതിലേ ഇതിലേ സ്വപ്നലോലുപേ ഇതിലേ ഇതിലേ ഹൃദയമണിയറയിൽ നിന്നെൻ കൽപ്പന മധുരഭാഷിണിയായി മന്ത്രിക്കുന്നു. സ്വർഗായികേ ഇതിലേ ഇതിലേ സ്വപ്നലോലുപേ ഇതിലേ ഇതിലേ ഹൃദയമണിയറയിൽ നിന്നെൻ കൽപ്പന മധുരഭാഷിണിയായി മന്ത്രിക്കുന്നു. സ്വർഗായികേ ഇതിലേ ഇതിലേ. ഇത്രയും നേരമായിട്ട് നമ്മളിൽ നിന്നും ഈ മിമിക്രി കലാകാരന്മാരിൽ നിന്നും സിനിമയിലൊക്കെ ആയിട്ടുള്ള ആൾക്കാരെ, അവർ മരിച്ചുപോയ ആൾക്കാരെ ആരും ഇവിടെ ഒന്നും അനുകരിച്ചില്ല. അത് NF ഫറീസി ചേട്ടനാണ്. അപ്പോൾ അവിടെ ആകാശദൂത് എന്ന സിനിമയിൽ അദ്ദേഹം കയറി വന്ന ആ സമയത്തുള്ള ഒരു സൗണ്ട് ആദ്യം അനുകരിക്കാം. അതിനുശേഷം പത്രം സിനിമയിലെ ഒരു ശബ്ദം കൂടെ. കേശവന്റെ വണ്ടി നിന്റെ മോന്റെ മെത്തറിഞ്ഞു മുട്ടിച്ചതാ, കുട്ടി മരിച്ചില്ല, ആയുസിന്റെ ഒരു ബെല്ലേ. ടീച്ചറെ കണ്ട നാൾ മുതൽ എന്റെ മനസ്സിലൊരു മോഹം വളർന്നു. ടീച്ചറെ, 1 മണിക്കൂർ എന്റെ വീട് വരെ ഒന്ന് കയറിപ്പോയാൽ മതി, പണായിട്ടോ എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്യാം. ഇപ്പൊ കാണണം ടീച്ചറെ, ഓക്കെ. അത് കഴിഞ്ഞിട്ട് പുള്ളി ഒരു നടനായി കഴിഞ്ഞപ്പോഴത്തേക്കും ആ പത്രം സിനിമയിലെ സാധനം, അടിച്ചതാരാടാ നിന്നെ, ആണ്ടവനോ അതോ സേഡ്ജിയോ? അടിച്ചതല്ല, ചവിട്ടിയതാ. അല്ലടാ, അതും ഷൂസിട്ട കാലുകൊണ്ട്. ആണ്ടവൻ, ഇത് നിന്റെ കോയമ്പത്തൂരിലെ മായാണ്ടിക്കൊപ്പമല്ല, കൊച്ചിയാ, വിശ്വനാഥന്റെ കൊച്ചി. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരമാശകളാലൊരു പൊൻവല നെയ്യും തേൻവണ്ടു ഞാൻ അലരേ, തേൻവണ്ടു ഞാൻ. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരമാശകളാലൊരു പൊൻവല നെയ്യും തേൻവണ്ടു ഞാൻ അലരേ, തേൻവണ്ടു ഞാൻ. അപ്പോ നമുക്ക് മിമിക്രിക്കാർക്കും ഇപ്പൊ സംഘടനയായി. ഇനിയിപ്പോ പല സംഘടനകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സർക്കാർ ഇപ്പൊ ഗുണ്ട നിയമം പാസ്സാക്കിയിരിക്കുകയാണ്. ഗുണ്ടകളുടെയൊക്കെ ലിസ്റ്റ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് ഇപ്പൊ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്ന അവരിതുപോലെ തന്നെ ഒരു സംഘടന രൂപീകരിച്ചാൽ എങ്ങനെയൊക്കെ നോക്കാം. അപ്പോൾ സംഘടനയുടെ യോഗം നടക്കുകയാണ്. യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ശ്രീ വാക്കത്തി തങ്കപ്പൻ നിങ്ങളോട് സംസാരിക്കുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ അധ്യക്ഷൻ ലോക റൌഡി ശ്രീ വടിവാൾ കുട്ടപ്പൻ, എറണാകുളം ജില്ലാ റൌഡി ശ്രീ കോടാലി പാപ്പച്ചൻ, പെരുമ്പാവൂർ നിയോജക മണ്ഡലം റൌഡി ശ്രീ കടാരി വാസു,